അന്യായമായി കോർട്ട് ഫീസ് നിരക്ക് വർദ്ധിപ്പിച്ചത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കായംകുളം ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സമരം സംഘടിപ്പിച്ചു. കോടതിക്ക് മുൻവശം നടന്ന പ്രതിഷേധ പരിപാടി ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ഒ ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാർക്ക് കോടതികളിൽ നീതി തേടി വരാനാവാത്ത വിധത്തിൽ അന്യായമായി കോർട്ട് ഫീസ് നിരക്ക് വർദ്ധിപ്പിച്ചത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കായംകുളം ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സമരം സംഘടിപ്പിച്ചു. കോടതിക്ക് മുൻവശം നടന്ന പ്രതിഷേധ പരിപാടി ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റും സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ഒ ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 20 വർഷക്കാലമായി സ്ഥിരമായി അടച്ചുകൊണ്ടിരിക്കുന്ന കോർട്ട് ഫീസിൽ നിന്നും ഒരു 100, 150, 200% മടങ്ങാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അത് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ വ്യവഹാരികൾക്ക് അത് തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു നിലപാടാണ് സർക്കാർ നടപടിയെടുത്തിട്ടുള്ളത്. ഈ അന്യായമായ കോർട്ട് ഫീസ് വർധനയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏതാണ്ട് നമ്മുടെ ഈ കഴിഞ്ഞ ബജറ്റിലാണ് ധനകാര്യ വകുപ്പ് ഈ കഴിഞ്ഞ ബജറ്റിൽ ഇങ്ങനെ കോടതിയിൽ അടയ്ക്കേണ്ട കോർട്ട് ഫീസുകൾ കൂട്ടാൻ തീരുമാനിച്ചപ്പോൾ ഏപ്രിൽ 1-ാം തീയതി മുതൽ അത് പ്രാബല്യത്തിൽ വന്നു. ഇനി അടുത്ത മാസം നടക്കുന്ന ബജറ്റിൽ ധനബില്ലുമായി നടക്കുന്ന ബജറ്റിൽ സംസ്ഥാന ഗവൺമെൻറ് ഇത് പിൻവലിച്ചില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭ സമരങ്ങളിലേക്ക് ജനങ്ങൾക്ക് കടന്നു പോകേണ്ടതായി വരും. കാരണം സാധാരണക്കാർക്ക് കോടതിയെ ആശ്രയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഭീകരമായ വർധനമാണ് നടത്തിയിട്ടുള്ളത്. കോടതികളും നീതിന്യായ വ്യവസ്ഥയും സർക്കാരിന് ധനഗമാഗമമായിട്ടുള്ള അല്ലെങ്കിൽ സർക്കാരിന് വരുമാനം കിട്ടേണ്ട ഒരു പ്രസ്ഥാനമല്ല. കോടതിയെ സംബന്ധിച്ച് സാധാരണക്കാർക്ക് നീതി ലഭിക്കേണ്ടതായ ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് സുപ്രീം കോടതി പല പ്രാവശ്യം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, സാധാരണക്കാർക്ക് കോടതിയെ ആശ്രയിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങളെ ഗവൺമെൻറ് നടപ്പാക്കാവൂ എന്ന് പല പ്രാവശ്യം സുപ്രീം കോടതി വാണിംഗ് എല്ലാ ഗവൺമെൻറ്റിനും കൊടുത്തിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിൽ മാത്രമാണ് കോർട്ട് ഫീസ് വർധനവ് നടപ്പാക്കിയിട്ടുള്ളത്. ആ കോർട്ട് ഫീസ് വർധനവെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ചെക്ക് കേസുകൾക്ക് നിലവിലുള്ള ഏതാണ്ട് ചെറിയ എമൗണ്ട് അടയ്ക്കുന്നതിന് പകരം ഇന്ന് അടയ്ക്കേണ്ട തുകയിൽ നിന്ന് 5% വർധനമാണ്, 5% ഫീസാണ് അടയ്ക്കേണ്ടത്. നേരത്തെ ഫീസ് അടയ്ക്കേണ്ടതില്ലായിരുന്നു. ക്രിമിനൽ കോടതിയിൽ ചെക്ക് കേസ് ഫയൽ ചെയ്യുമ്പോൾ അതിന് പ്രത്യേക കോർട്ട് ഫീസ് ഇല്ലായിരുന്നു. ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് സജീവ് തവക്കൽ അധ്യക്ഷനായി. അന്യായമായി വർദ്ധിപ്പിച്ച കോർട്ട് ഫീസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കായംകുളം ബാർ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പ്രതിഷേധ സമരം അനിയന്ത്രിതമായി അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഫീസ് വർധനവിനെതിരെ പ്രതിഷേധിക്കാനും ആ ഫീസ് വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം നടത്തുന്ന അഭിഭാഷകരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരു വ്യവഹാരി കോടതിയിൽ വന്നാൽ അവർക്ക് അതിനൊരു ആനുകൂല്യം കിട്ടുന്നത്, ഈവൻ ഒരു വിധി പോലും കിട്ടുന്നതിന് കാലതാമസം നേരിടുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം നിലനിൽക്കുന്നു. അതിൻ്റെ കൂടെ ആ പോരായ്മ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ അമിതമായ ഫീസ് വർധനവ് സംസ്ഥാന സർക്കാർ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. 2 ദിവസം മുമ്പ് നിയമസഭയിൽ KK രമ MLA ഇതിനെ സംബന്ധിച്ച് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം മുഴുവൻ കാര്യങ്ങളും വിൽപ്പന ചരക്കാക്കുന്നത് പോലെ നീതിന്യായ വ്യവസ്ഥകൾ പോലും വിൽപ്പന ചരക്കാക്കി ഗവൺമെൻറ്റിലേക്ക് കൂടുതൽ ഫണ്ട് ഉണ്ടാക്കുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുന്ന നടപടികൾക്കെതിരെ ഇവിടെ കൂടി അഭിഭാഷകരുടെ ശക്തമായ പ്രതിഷേധത്തിൽ ഞാനും പങ്കുചേരുന്നു. ഈ സമരം ഇനിയും മുന്നോട്ട് കൂടുതൽ ശക്തമായി. ഒരു ഗവൺമെൻറ് പ്രാഥമിക ജോലി ഖജനാവ് നിറയ്ക്കുക എന്നുള്ളതല്ല, വിശക്കുന്നവൻ്റെ വയറ് നിറയ്ക്കുക എന്നുള്ളതും കൂടിയാണ്. ഇവിടെ വളരെ അന്യായമായ രീതിയിൽ കോർട്ട് ഫീ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ബാധിക്കുന്നത് ന്യായം സംരക്ഷിക്കുന്നതിനും ന്യായം നടപ്പാക്കുന്നതിനും വേണ്ടി ഫാമിലി കോടതികളിൽ ഹാജരാകുന്ന അശരണനായിട്ടുള്ള അഭിഭാഷകരായ PJ അൻസാരി, KS ജീവൻകുമാർ, PT ഹക്കീം, സെൽവൻ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.